ഗിരീഷ് പൂക്കോത്ത്. 1979 ഫെബ്രുവരി 23 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പൂക്കോത്ത് തെരുവിൽ പി മീനാക്ഷിയുടെയും കരിമ്പം ETC ജീവനക്കാരനായിരുന്ന M കുഞ്ഞികൃഷ്ണന്റെയും മകനായി ജനിച്ചു. തളിപ്പറമ്പ് UP സ്കൂൾ, മൂത്തേടത്ത് ഹൈസ്കൂൾ, സർ സയ്യദ് കോളേജ്, MG കോളേജ്, കോഴിക്കോട് സർവകലാശാല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം. ചരിത്രത്തിൽ ബിരുദവും ഫോക്ലോർ സ്റ്റഡീസിൽ 1ാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദവും നേടി. കോഴിക്കോട് കേരള കൗമുദിയിൽ നിന്ന് ജേർണലിസത്തിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ ശേഷം മാതൃഭൂമി ദിനപത്രത്തിന്റെ മഞ്ചേശ്വരം ലേഖകനായി 2008 ജോലിയിൽ പ്രവേശിച്ചു. മാതൃഭൂമിയുടെ പയ്യന്നൂർ, കണ്ണൂർ ബ്യൂറോ ലേഖകനായും പ്രവർത്തിച്ചു. ഇക്കാലത്ത് ശ്രദ്ധേയമായ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 2010 മാതൃഭൂമിയിലെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം ഫോക്ലോർ പഠനങ്ങളിലും ഗവേഷണത്തിലും മുഴുകി. പത്മശാലീയ സമുദായം 2008, പൂരക്കളിപ്പാട്ടുകൾ 2010, CVN ഇരിണാവ് അന്വേഷണം നാടകം ജീവിതം 2014 എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 2012 PN കുഞ്ഞിരാമന്റെ പിന്നിട്ട വഴികൾ എന്ന പുസ്തകം എഡിറ്റ് ചെയ്തു. മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, കേരള കൗമുദി, ജന്മഭൂമി, മഹിളാ ചന്ദ്രിക, യുവതാര മാസിക, സ്ത്രീ ശബ്ദം മാസിക, മക്തബ്, സുദിനം തുടങ്ങിയ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ നിരവധി ലേഖനങ്ങളും കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചു. MG വിനോദ് എഴുതിയ പെരിഞ്ചല്ലൂർ പെരുമ 2020 നവംബർ, TTK ദേവസ്വം പ്രസിഡന്റ് KP നാരായണൻ നമ്പൂതിരി എഴുതിയ പെരിഞ്ചല്ലൂരപ്പൻ 2023 ജൂൺ, ഗോപി കൂവോട് എഴുതിയ കൂവോട് ഒരു ഗ്രാമത്തിന്റെ ഉൾത്തൊടിപ്പ് എന്നീ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതി. 2005 കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ നടന്ന ഇന്ത്യൻ ഫോക്ലോർ കോൺഗ്രസിലും 2005 നാഗർകോവിലിലും 2006 മൈസൂർ യൂണിവേഴ്സിറ്റിയിലും നടന്ന ഫോക്ലോർ സൊസൈറ്റി ഓഫ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ സമ്മേളനത്തിലും പങ്കെടുക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഫോക്ലോർ റിസർച്ച് ഓർഗനൈസേഷന്റെയും മുംബൈ യൂണിവേഴ്സിറ്റിയുടെയും ശാന്തിനികേതന്റെയും മലയാള സർവകലാശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കാളിയാവുകയും പൂരക്കളിപ്പാട്ടുകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു. നവമാധ്യമങ്ങളിൽ വിവിധ വിഷയങ്ങളിലായി 2000-ലധികം കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചു. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ഒട്ടനേകം ക്ഷേത്രങ്ങളുടെയും പള്ളിയറകളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഗിരീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാരണമായി. നിരവധി അംഗീകാരങ്ങളും ആദരവുകളും ഗിരീഷിനെ തേടിയെത്തി. ജീവകാരുണ്യ രംഗത്തും പരിസ്ഥിതി രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഗിരീഷ് നടത്തിവരുന്നത്. മാനവരാശി സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അനുഭവത്തിലൂടെ നേടിയ അറിവുകളും ശേഷിപ്പുകളും സംരക്ഷിക്കുന്നതിന് ഗ്രാമീണ ജനതയുടെ ജീവിത രീതി, കലാപൈതൃകം, ആചാരവിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങളും നാട്ടുസംഗീതവും, വായ്മൊഴി ചരിത്രവും, നാടോടിക്കഥകളും, ഭക്ഷണരീതിയും, നാട്ടുചികിത്സയും, കൃഷി അറിവും എന്നുവരുന്ന നമ്മുടെ ഈ അമൂല്യമായ സാംസ്കാരിക സമ്പത്തിനെ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളുമായി ഉത്തരവാദിത്വത്തോടെ തന്റെ കടമകൾ നിർവഹിക്കാൻ ശ്രീ ഗിരീഷ് പൂക്കോത്തിന് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. കല്യാൺ ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ വാർഷികാഘോഷത്തിലേക്ക് ഉദ്ഘാടകനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന ശ്രീ ഗിരീഷ് പൂക്കോത്തിന് സ്നേഹാദരവുകൾ.